അപ്പോൾ എന്ത് വിവരക്കേടാണ് ആരാണ് പറയുന്നതെന്ന് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വളവള വിവരക്കേട് പറഞ്ഞ് നടക്കുകയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. പിരിക്കാൻ പാടില്ലാത്ത ഒരാൾ പിരിച്ച പൈസ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി നൽകുക എന്ന ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. CPM-ന്റെ പേരിലും സ്ഥാനാർത്ഥിയായിരുന്ന എൻ്റെ പേരിലും പിരിച്ച പണത്തിന്റെ കണക്ക് അദ്ദേഹം പരസ്യപ്പെടുത്തണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അമ്പലപ്പുഴ MLA ശ്രീ G. സുധാകരൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നിരന്തരമായി പാർട്ടി നേതാക്കളെയും വനിതാ നേതാക്കളെയും നിരന്തരമായി ആക്ഷേപിച്ചു പോകുന്ന രീതിയാണ്. അത് കുറച്ച് കടന്ന് വ്യക്തിപരമായ അധിക്ഷേപമായും പേരെടുത്തു പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുന്ന നിലയിലേക്കുമുള്ള പരാമർശം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ വ്യക്തിപരമായ അധിക്ഷേപത്തിനെതിരായി പാർട്ടി അനുവാദത്തോടുകൂടി നിയമ നടപടിയിലേക്ക് പോകണമെന്നാണ് ഞാനും തീരുമാനിച്ചിട്ടുള്ള കാര്യം. ഏറ്റവും അടുത്ത ദിവസം അതിനാവശ്യമായ നടപടികൾ ഞാൻ സ്വീകരിക്കുകയാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെയും ശ്രീ സജി ചെറിയാൻ്റെയൊക്കെ പേരിങ്ങനെ പറയുന്നത് കേട്ടു. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതും ഒരു അർത്ഥം മനസ്സിലായിട്ടില്ല. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കുറ്റവാളി എന്നാണ്. രാഷ്ട്രീയ കുറ്റവാളി എന്ന ആ പദത്തിന്റെ അർത്ഥം വെച്ച് കണക്കിലെടുത്താൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആയിരിക്കും. കാരണം നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥയെ തകർത്ത് തൊഴിലാളി വർഗത്തിന് ആധിപത്യമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആശയപരമായി ഞങ്ങളൊരു ധാരണ അതാണ്. അങ്ങനെ വരുമ്പോൾ ഈ വ്യവസ്ഥയിൽ പൊരുതുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയ കുറ്റവാളികളായിരിക്കും. ഏതർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനത്തിന്റെ ഭാവം കേട്ടാൽ അല്ലെ ഭാവം കണ്ടാൽ തോന്നുന്ന ഒരു കാര്യം എന്തൊരു ക്രൈം ചെയ്തവരാണിവർ എന്ന് മട്ടിലാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. കോടതി വരുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ പണ്ട് ഒരു ജഡ്ജിയെ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഓണാട്ടുകര ഭാഷയാണ് എന്നെല്ലാം വന്ന് പറയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഞാൻ കോടതി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ച കാര്യം. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അദ്ദേഹം കോടതി വന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്നാണ് വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉന്നയിച്ച ചില കാര്യങ്ങളിൽ ഒരു കാര്യത്തെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞു. 2021 ഞാൻ വിജയിച്ച തെരഞ്ഞെടുപ്പിന്റെ മുൻപായി ആ സമയത്ത് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലും അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു. ആ പിരിച്ച പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തണമെന്നും ഇലക്ഷൻ കമ്മിറ്റിക്കോ പാർട്ടിക്കോ തരാത്ത പണം തിരിച്ചവർക്ക് കൊടുക്കണമെന്നുമാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യം. അതിലൊരു ഭാഗം അദ്ദേഹം കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം G. സുധാകരൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. പറഞ്ഞ കണക്കെല്ലാം വ്യത്യസ്തമാണ്. കൃത്യമായ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിക്ക് നൽകിയ പണം 7.5 ലക്ഷം രൂപയാണ് ആകെ. അന്ന് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പിരിക്കേണ്ട കാര്യമില്ല. കാര്യം സ്ഥാനാർത്ഥിയല്ല, ഇലക്ഷൻ സെക്രട്ടറിയോ പാർട്ടിയുടെ ഏതെങ്കിലും സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളല്ല. പിരിക്കാൻ പാടില്ലാത്ത ഒരാൾ പിരിച്ച പൈസ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി നൽകുക എന്ന ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. ഇത് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ സമയത്ത് ചില ആൾക്കാർ ചോദിച്ചു, ഇത് അന്നുള്ളതല്ലേ, നേരത്തെ ഇത് പറയണ്ടേ? നേരത്തെ അദ്ദേഹം പാർട്ടിക്കുള്ളിലുണ്ട്. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയും പാർട്ടി പരിശോധിക്കപ്പെട്ട കാര്യം അതിലെ കുറ്റങ്ങളിൽ ഒരു കുറ്റം ഇതാണ്, ഈ സാമ്പത്തികമായ കാര്യമാണ്. അത് പാർട്ടിക്കുള്ളിൽ അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ അന്ന് ഉന്നയിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ പണം പിരിച്ച പൈസ ഇലക്ഷൻ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തെ ആരെല്ലാം എത്ര കൊടുത്തു എന്ന് ഞാൻ പരസ്യപ്പെടുത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം CPM-ന്റെ പേരിലും സ്ഥാനാർത്ഥിയായിരുന്ന എൻ്റെ പേരിലും പിരിച്ച പണത്തിന്റെ കണക്ക് അദ്ദേഹം പരസ്യപ്പെടുത്തണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ആരുടെയെല്ലാം കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങി എന്ന കാര്യം അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ഇലക്ഷൻ കമ്മിറ്റിക്കോ പാർട്ടിക്കോ നൽകാത്ത പണം ആ വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ആവശ്യപ്പെടാനുള്ള കാര്യം. അഭിമാനമുള്ള ഈ പരിപാടിക്ക് ഇവരുടെ കൂടെ പോകത്തില്ല, അന്തസ്സുള്ളവരാരും പോകില്ല എന്ന വാക്കാണ് ഇത്തരത്തിൽ ഈ പൊതുപ്രവർത്തകരെ വർഷങ്ങളായി നിൽക്കുന്ന സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു കൂടുതൽ മനസ്ഥിതിയിലേക്കൂടെ സുധാകരൻ മാറിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ തന്നെ ചോദ്യത്തിൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വിവരമില്ലെന്ന് പറയുന്നത് കേട്ടു.
അപ്പോൾ എന്ത് വിവരക്കേടാണ് ആരാണ് പറയുന്നതെന്ന് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ വളവള വിവരക്കേട് പറഞ്ഞ് നടക്കുകയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ ഗൗരവമായൊരു കാര്യം, ആലപ്പുഴയിലെ വനിതാ പ്രവർത്തകരെ നിരന്തരം അധിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സന്മാരായിരുന്ന കെ ജയമ്മ, സൗമ്യ രാജ്, ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള മായ രാജേന്ദ്രൻ, ഇവരുടെയെല്ലാം പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. ആ സ്ത്രീകൾ നിയമപരമായ നടപടിയിലേക്ക് പോകാത്തതുകൊണ്ടാണ്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് അവിടെ നിന്ന് ചാടി കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി മുദ്രാവാക്യം അദ്ദേഹത്തിന് വിളിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം. രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകും. ആ എതിർപ്പ് ഇടതുപക്ഷ പ്രവർത്തകർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് പ്രകടിപ്പിക്കുന്നതിനെ മുൻനിർത്തിയിട്ട് വ്യക്തിപരമായി ഈ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിരന്തരമായൊരു ശീലമാക്കി അദ്ദേഹം മാറ്റുന്നു എന്നുള്ള ഇപ്പോഴും കാണുന്ന കാര്യം. അതുമാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൈരളി ടിവിയുടെ റിപ്പോർട്ടർ ഷാജഹാനെ നിങ്ങൾ തന്നെ കേട്ടതാണ്. നിങ്ങളെല്ലാം നന്നായ കാര്യത്തിൽ പ്രതികരിച്ചു. അത് നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, വ്യക്തിപരമായ ഓരോ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ പ്രതികരിച്ചു. അദ്ദേഹത്തെ വിളിച്ചത് വർഗീയവാദി എന്നാണ്. ഷാജഹാൻ ഈ നാട്ടുകാരൻ, എൻ്റെ നാട്ടുകാരനാണ്. ഷാജഹാൻ്റെ കുടുംബത്തെ എനിക്ക് ചെറിയ പ്രായം തൊട്ടറിയാം. അവിടെ അത്തയെ അറിയാം, അമ്മയെ അറിയാം, എല്ലാവരെയും. അങ്ങനെ വളരെ സെക്യുലറായി ജീവിച്ചു പോകുന്ന ദീർഘവർഷമായ ആലപ്പുഴയിലെ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ച് വർഗീയവാദി എന്നാണ്. അദ്ദേഹം 2021 ഞാൻ മത്സരിക്കുമ്പോൾ എന്നെയും അദ്ദേഹം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്നൊരു സംഘടനയുടെ പേരിൽ പോസ്റ്റർ വെച്ചിട്ട് ഞാനൊരു വർഗീയവാദിയാണെന്ന് സ്ഥാപിച്ച് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നടത്തിയ ഒരു ശ്രമം. അന്ന് അങ്ങനെയാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ എൻ്റെ പേര് പ്രഖ്യാപിച്ച് അന്ന് രാത്രിയിൽ പോസ്റ്റർ പതിപ്പിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു മതത്തെ കൂടി ചേർത്താണല്ലോ ഇങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മുൻപ് റിപ്പോർട്ടർ ടിവിയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് ആക്ഷേപിച്ചു സംസാരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അഴിമതിക്കെതിരായിട്ടാണ് ഞാൻ എന്ന് പറയും, മറ്റുള്ള എല്ലാവരും അഴിമതിക്കാരും കള്ളന്മാരുമാണെന്ന് പറയുക, എന്നിട്ട് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ. അതാണ് ഒരു രീതി. ചുറ്റും നിൽക്കുന്നവർ മോശക്കാരാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ഞാൻ ഇച്ചിരി മിടുക്കനാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയാണ്. മറ്റൊരാളെ നേരിടാൻ അദ്ദേഹം ഏറ്റവും നന്നായും ആദ്യവും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളാണ് ഈ വർഗീയവാദം എന്നുള്ള കാര്യം. ഒരാളോട് ദേഷ്യം തോന്നിയാൽ അയാളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ഈ പറഞ്ഞ ജാതിയും മതവും വർഗീയത ഉപയോഗിക്കുന്ന രീതി നേരത്തെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഞാൻ കഴിഞ്ഞതിന് മുമ്പ് 2021 തൊട്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തെ മാധ്യമ പ്രവർത്തകനെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർലെസ് ആയ ഒരു രീതിയാണത്. അത് സാധാരണ അദ്ദേഹം ചെയ്തു പോകുന്ന രീതിയാണ്. അത് അദ്ദേഹം ഞാൻ ഉന്നയിച്ചൊരു കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നാടകീയമായി അദ്ദേഹം പറഞ്ഞ, ഡ്രാമാറ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ ആക്ഷേപം 2021 പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരാൻ കാരണം അദ്ദേഹം പിരിച്ച പണം കൊടുത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അന്ന് കൃത്യമായി കണക്ക് പാർട്ടിക്ക് മുമ്പാകെയുണ്ട്. അതിനെ ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇതിന്റെ കണക്ക് പരസ്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം മോശക്കാരനാകും എന്നുള്ളതുകൊണ്ട് വളരെ അഡ്വാൻസായി ഇപ്പോൾ അദ്ദേഹം ഒരു കള്ളക്കണക്ക് പറഞ്ഞിരിക്കുകയാണ്. 7 ലക്ഷം രൂപയാണ് ഇലക്ഷൻ കമ്മിറ്റിക്ക്, കെ പ്രസാദ് സെക്രട്ടറി ഇലക്ഷൻ കമ്മിറ്റിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹം കള്ളക്കണക്ക് പറയും. ഞങ്ങളൊന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നില്ല. അദ്ദേഹം പിരിച്ച പൈസ നാട്ടിൽ പറയൂ, ജനങ്ങൾ കേൾക്കട്ടെ. അദ്ദേഹം അഴിമതി വിരുദ്ധത മുഖമൊക്കെ അടിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരാളാണല്ലോ. ജനങ്ങൾ കേൾക്കട്ടെ അദ്ദേഹം പിരിച്ച പണം ആരുടെ എല്ലാം കയ്യിൽ നിന്ന് പൈസ. അദ്ദേഹം പറയുന്നത് അങ്ങനെ പരസ്യപ്പെടുത്താൻ പാടില്ല. എന്താ പരസ്യപ്പെടുത്തിയാൽ? തന്ന ആൾക്കാരെല്ലാം കള്ളപ്പണം തന്നല്ലോ, നേരായ പണമല്ലേ തന്നത്. പരസ്യപ്പെടുത്തി എന്താ പ്രശ്നം? എന്താ തന്നവർക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നം അവർക്കില്ല. അദ്ദേഹത്തിന് എന്താ പ്രശ്നം? പറഞ്ഞ പിന്നെ പൈസ തരുമെന്നാണ്. അപ്പോൾ ഇനിയും പൈസ മേടിക്കാൻ വേണ്ടി പറയുന്നില്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം. ഒരു കുഴപ്പവും പരസ്യപ്പെടുന്നുകൊണ്ടില്ല. അദ്ദേഹം അന്ന് വാങ്ങി ആരെല്ലാം കയ്യിൽ നിന്ന് പൈസ വാങ്ങി, എത്ര ലക്ഷം വീതം വാങ്ങിയെന്ന് പരസ്യപ്പെടുത്തുക. അപ്പോൾ കൊടുത്ത കണക്കും വാങ്ങിയ കണക്കുമെല്ലാം നാട്ടുകാർക്ക് ബോധ്യമാകാൻ കഴിയും. ഞാൻ ആ കണക്കെല്ലാം കൂടി പ്രസിദ്ധീകരിച്ചിട്ട് അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പരസ്യമായി ഇത് കാര്യം പറയണം. കള്ളക്കണക്ക് പറയരുത്. ശരിയായ കണക്ക് സത്യസന്ധമായി അദ്ദേഹം പറയുക. അപ്പോൾ അറിയാം ജി സുധാകരൻ്റെ അഴിമതി വിരുദ്ധമായ പ്രതിച്ഛായ എവിടെയാണ് നിലകൊള്ളുന്നതെന്ന് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് നിങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞതും അദ്ദേഹത്തിനൊരു മടിയില്ല. ഒരു 10 മിനിറ്റ് പോലും വേണ്ട പറഞ്ഞ കാര്യം മാറ്റി പറയാൻ. ഒരു മടി അദ്ദേഹത്തിനില്ല. അദ്ദേഹം പരസ്യമായി എന്താ പറയുന്നതെല്ലാം നിങ്ങൾക്ക് അത് വിവാദമാക്കി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇപ്പോൾ അമ്പലപ്പുഴ MLA ആണ്. അമ്പലപ്പുഴയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്.
അതിൻ്റെ ഉള്ളിൽ സർക്കാർ വക ഭൂമിയിൽ സേവാഭാരതി ഒരു ഷീറ്റിട്ട കെട്ടിടം പണിതു. അവിടെ സർക്കാർ ഭൂമി അങ്ങനെ ഒരു സംഘടനയ്ക്ക് കൊടുക്കാൻ നിയമപരമായി കഴിയില്ല. അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ആ കാര്യം നടന്നേക്കുന്നത്. അത് വിവാദമായി അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നണിയായി നിൽക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ പരസ്യമായി എതിർപ്പ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പൊതിച്ചോറ് വിവാദമാക്കിയത്. എന്നിട്ട് ഇപ്പോൾ നേരെ തിരിച്ചു പറയുകയാണ്, അവിടെ അതിനകത്ത് പാചകപ്പുര കെട്ടിവെച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് അനുവാദമില്ലെങ്കിൽ പൊളിക്കാൻ അദ്ദേഹം പറയും. എന്താ പൊളിപ്പിക്കാത്ത? ഗവൺമെൻറ് UDF ഗവൺമെൻറ് അല്ലേ? അദ്ദേഹം ഇവിടുത്തെ MLA അല്ലേ? UDFനെ സപ്പോർട്ട് ചെയ്യുന്ന MLA അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പ്രതികരിച്ചത്, അത് മാറ്റാത്തത്? സംഘടന ഏതാണെന്നുള്ളതല്ല, ഒരു സർക്കാർ വക ഭൂമിയിൽ അങ്ങനെ ആർക്കും കെട്ടിടം വെക്കാൻ അവകാശമില്ല. അത് കൊടുത്തിരിക്കുന്നു. കൊടുത്തത് അദ്ദേഹം MLA ആയി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. അത് തിരുത്താൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ ആ വിവാദത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് പൊതിച്ചോറ് വിവാദം അദ്ദേഹം ഉണ്ടാക്കിയത്. കടുത്ത പ്രതിഷേധം കേരളം ഒന്നാകെ ഉയർന്നു വന്നപ്പോൾ പതുക്കെ അതിൽ നിന്ന് ഇപ്പോൾ തലയൂരിക്കൊണ്ട് പോയിരിക്കുകയാണ്. MLA തടയും എന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞ കാര്യം. രാഷ്ട്രീയം ആർക്കും പറയാം, അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാം. ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിന് തർക്കമില്ലല്ലോ. അല്ലെങ്കിൽ UDFന്റെ രാഷ്ട്രീയ വേദി രാഷ്ട്രീയം പറയട്ടെ. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആലപ്പുഴ MP KC വേണു അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ലേ? ഇവിടെ നിന്നുള്ള മന്ത്രി ലിജു രാഷ്ട്രീയം പറയുന്നില്ലേ? അവരൊക്കെ രാഷ്ട്രീയം പറയുന്നത് എവിടെയാണ്? ഇദ്ദേഹത്തിന് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായ വേദികൾ വന്ന് പൊതുവേദിയിൽ വന്നിട്ട് രാഷ്ട്രീയം പറയുന്നു. അതാണ് ഗൗരവമായ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർപേഴ്സൺമാരെ ആക്ഷേപിച്ച ഒരു വേദി ആലപ്പുഴ ടൗണിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ വേദിയിലാണ്. റെസിഡൻസ് അസോസിയേഷനിലെ ഗ്രന്ഥശാലകളിൽ ഇവിടെയെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ള വേദികളാണ്. ഔദ്യോഗികമായ സർക്കാരിലെ പൊതുപരിപാടികൾ, ആ പരിപാടി അദ്ദേഹം ഉദ്ഘാടകനാണെങ്കിൽ അതിന് താഴെ അധ്യക്ഷനായിട്ടോ ആശംസാ പ്രാസംഗികരായിട്ടോ CPMലെ ജനപ്രതിനിധികൾ ഉണ്ടാവും. അപ്പോൾ ആ വേദി എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചടങ്ങ് ഭംഗിയായി പോവുക എന്നുള്ളതാണ്. അതാണ് ശീലം. ഇപ്പോൾ ഞാൻ 5 വർഷക്കാലം MLA ആയിട്ട് അമ്പലപ്പുഴ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേദിയിൽ, ഔദ്യോഗികമായ വേദിയിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ വന്നിട്ട് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? UDFന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ ആക്ഷേപിച്ച് പള്ളു പറയുന്ന രീതി എൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അതൊരു പൊതുവായ മാന്യതയാണ്. ആ വേദിയുടെ മാന്യത പാലിക്കാൻ തയ്യാറാവാതെ വായി തോന്നുന്നത് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതി ഉണ്ടാകുന്നു. പൊതുവേദികൾ, ഔദ്യോഗികമായ വേദികൾ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. രാഷ്ട്രീയ വേദികൾ എന്തും പറയട്ടെ, അതൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അദ്ദേഹം എന്തു പറഞ്ഞാലും അതിന് മറുപടി പറയാൻ പ്രാപ്തിയുള്ളതും നേരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. അത് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുമ്പോൾ VSഉം PKC ഉൾപ്പെടെയുള്ള ആളുകൾ നെയ്തെടുത്തൊരു പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് അതെല്ലാം നേരിടാനുള്ള നല്ല കരുത്ത് ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിനുണ്ട്. പൊതുവേദി ആ നിലയിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അതിനെക്കുറിച്ച് അറിയില്ല, അത് പാർട്ടി സെക്രട്ടറിമാർ പറയും അതിനെക്കുറിച്ചിട്ട്. അതെ, അവിടെ ജോലി ചെയ്യാൻ വന്ന ടീച്ചർമാരെ കൂടി പ്രതിയാക്കിയിരിക്കുകയാണ്. അത് അവിടെ നടന്ന യോഗത്തിൽ ഞാൻ തന്നെ സംസാരിച്ചു. പോലീസ് ഓഫീസേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ ഡ്യൂട്ടി ചെയ്യാൻ സ്കൂളിൽ വന്നതാണ്. ആ സ്കൂളിലേക്ക് അതൊക്കെ വെച്ച് കയറി പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷേ അവിടെ ജോലി എടുക്കാൻ വന്ന സർക്കാർ ജീവനക്കാരായ 2 ടീച്ചേഴ്സിനെ, വനിതാ അധ്യാപകരാണ്, അവർക്കെതിരെയും കേസ് ജാമ്യമില്ലാ വകുപ്പ് എടുത്ത് ചെയ്തിരിക്കുകയാണ്. അവിടെ എല്ലാം ദൃശ്യവൽക്കരിക്കപ്പെട്ട കാര്യമാണ്. അവരെന്ത് കുറ്റമായി ചെയ്തെന്നുള്ള കാര്യം പോലീസ് നാളെ പറയേണ്ടി വരും.